അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മാർപ്പണത്തിന്റെ സമയം. അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മാർപ്പണത്തിന്റെ സമയം. പുരോഹിതനീശോയും അനുപമസുന്ദരയാഗം പരമപരിശുദ്ധ ദിവ്യകാരുണ്യവാഹകരാജാനണയാ പരമപരിശുദ്ധ ദിവ്യകാരുണ്യവാഹകരാജാനണയാ അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മാർപ്പണത്തിന്റെ സമയം. അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മാർപ്പണത്തിന്റെ സമയം. നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സത്യത്തിനായ പിതാവേ, ഞങ്ങളുടെ പ്രയോജനത്തിനുമായി സമർപ്പിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണം. ഇതനന്തമായി സത്യദൃഢമായി വിശ്വസിക്കുന്ന ഈ സമർപ്പിതാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണം. അപകടങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ദാരിദ്ര്യവും രോഗങ്ങളും ഒരേറ്റാതിരിക്കട്ടെ. ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനം പരസ്പരധാരണയും ഈ അന്തരീക്ഷത്തെ കുറിപ്പിച്ച് നിൽക്കട്ടെ. കുടുംബാംഗങ്ങൾ വിശ്വാസത്തിലും ദൈവത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. കുട്ടികൾ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സമ്പന്നരാകട്ടെ. വാഴ്ത്തപ്പെട്ട മറിയന്റെ തിരുനാളിനോടനുബന്ധിച്ച് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ആശീർവദിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടി അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും നിങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെയും അങ്ങേ സ്ത്രീകന്മാരുടെയും ലോകമെങ്ങുമുള്ള വിശ്വാസിയുടെ ബലിയർപ്പണത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ നേർച്ചകളും നിങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഈ ഭക്ഷണപാനീയങ്ങളെയും അങ്ങയുടെ പരിപാടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങൾ ഏവരെയും ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശ്വരന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കൂട്ടുതിരുന്നാളിൽ പങ്കുപറ്റുന്ന എല്ലാവരോടും ഇത് തയ്യാറാക്കിയവരോടും ഇതിന് പുറകിൽ അധ്വാനിച്ചവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു നിയോഗം പോലെ അമൂല്യമായ പരിമള തൈലം നിറച്ചുവെച്ച
സ്വർഗീയ കൂടാരത്തിലേക്ക്, ദൈവമേ, നിന്റെ വിശുദ്ധ അങ്കണത്തിലേക്ക് ഞാൻ നടന്നെടുക്കട്ടെ. ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവിൻ, മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് പ്രഘോഷിക്കുവിൻ. അക്ഷയവും ദീപ്തവുമായ സ്നേഹത്തിൻ്റെ സ്മൃതികളുമായി ആത്മീയതയുടെ ആഘോഷം നമുക്ക് സമ്മാനിക്കുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ തിരുനാൾ കേരള സഭയ്ക്ക് അഭിമാനവും അനുഗ്രഹവുമായ ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെയും സഹസ്ഥാപകനും ആത്മനിയന്താവുമായ ദേവദാസൻ ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് അഞ്ജലിബദ്ധരാകാം. പുണ്യത്തിൽ പരിശീലനം സിദ്ധിച്ച് ആത്മീയ മണവാളിനോടുള്ള സ്നേഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളുമായി ഈശ്വരാർപ്പിതമായ മനസ്സോടെ ജീവിച്ച പുണ്യാത്മാക്കളുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധിയുടെ പരിമളത്താൽ നാം ഇന്ന് ധന്യരാകട്ടെ. ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹം നന്ദി ചെറുപ്പത്തിൽ തന്നെ പ്രകടമാക്കിയ ത്രേസ്യ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തും നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ചും ദൈവേഷ്ടത്തിനായി കാത്തിരുന്നും വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി. ദൈവത്തെ അതീവമായി സ്നേഹിച്ച് ഹൃദയത്തിൽ കാൽവരി സൂക്ഷിച്ച വാഴ്ത്തപ്പെട്ട അമ്മ, സഹിക്കുന്ന മനുഷ്യരൊക്കെ കാൽവരിനാഥനാണെന്ന് തിരിച്ചറിഞ്ഞ് വേദനിക്കുന്നവരെ തേടി കുടുംബങ്ങളിലേക്കിറങ്ങി. കുടുംബങ്ങളിൽ കാരുണ്യം പകർന്ന് കരുണയുടെ സംസ്കാരം പടുത്തുയർത്തി സുവിശേഷത്തിന് സാക്ഷിയായി, ക്രൂശിതന് ആശ്വാസമായി. സ്വർഗത്തിൽ ദൈവത്തെ അനവരതം മഹത്വപ്പെടുത്തുന്ന വാഴ്ത്തപ്പെട്ട അമ്മയോട് ചേർന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ശിഥിലമാക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളെയും കൂട്ടിയിണക്കുവാൻ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മയും പിതാവും തിരുസഭയിൽ വിശുദ്ധരായി വണങ്ങപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലി പുനരവതരിപ്പിക്കപ്പെടുന്ന ഈ പരിശുദ്ധമായ നിമിഷത്തിൽ അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ വിശുദ്ധ ബലി പരികർമ്മം ചെയ്യുന്ന ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യ പോളി കണ്ണൂക്കാടൻ പിതാവിനെയും ഇടവക വികാരി സ്നേഹബഹുമാനപ്പെട്ട ബെന്നി ചെറുവത്തൂരച്ചനെയും സഹകാർമ്മികരെയും നന്ദിയോടെ സമർപ്പിച്ച് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധമായ ജീവിതത്തിന് യോഗ്യയാക്കിയ മങ്കിടിയാൻ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനാപൂർവം ഓർക്കാം. ഈ വിശുദ്ധ ബലിയും തിരുക്കർമ്മങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന മിസ്റ്റർ ബെന്നി പയ്യപ്പള്ളിയെയും കുടുംബത്തെയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ വേദിയെ വിശുദ്ധമാക്കുന്ന വന്യവൈദികരെയും സമർപ്പിതരെയും ഭക്തജനങ്ങളെയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന സുപ്പീരിയർ ജനറൽ മദർ ഉദയയെയും എല്ലാ അധികാരികളെയും സമൂഹാംഗങ്ങളെയും ഉപകാരികളെയും അനുഗ്രഹത്തിനായി സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ദൈവപിതാവിനെ കൃതജ്ഞതയുടെ ബലി നമുക്കൊന്നു ചേർന്നർപ്പിക്കാം. അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മപ്രണത്തിന്റെ സമയം. അഭിഷേകമൊഴുകും ബലിയർപ്പണം, ആത്മപ്രണത്തിന്റെ സമയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവനന്മകളുടെയും ഉറവിടവും എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ ദൈവമേ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായ ദിവ്യവരങ്ങളാൽ അലങ്കൃതയാക്കിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കുടുംബങ്ങളെ ക്രൈസ്തവ ചൈതന്യത്താൽ നിറയ്ക്കുവാൻ ജീവിതം സമർപ്പിച്ച ധന്യാത്മാവിനെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ദൈവിക രഹസ്യങ്ങൾ വിശ്വാസത്തോടും ഹൃദയനൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടെ പരിഗണനം ചെയ്യുവാൻ ശക്തരാക്കണമേ. തിരുക്കുടുംബ സമർപ്പിത സമൂഹത്തെയും സമൂഹത്തിലെ എല്ലാ അംഗങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും
ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നിറങ്ങലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിപ്പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന
പരിശുദ്ധനും സുസ്ഥിരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ ദൈവം എനിക്ക് ശരണം. ജീവിതത്തിലെന്നും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ തൻ്റെ ജീവിതാനുഭവങ്ങളെ സമർപ്പിച്ച വാഴ്ത്തപ്പെട്ട അമ്മയുടെ ജീവിതത്തെ അനുസ്മരിക്കുന്ന തിരുവചനങ്ങൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ശ്രവിക്കാം. സിസ്റ്റർ ആഞ്ചല ഇപ്പോൾ വിശുദ്ധ വചനങ്ങൾ നമുക്കായി വായിക്കുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. പിതാവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശയർപ്പിക്കുക. ദൈവമായ കർത്താവിന് സ്തുതി. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ മറിയം ത്രേസ്യ കന്യകതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. വിരുദല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ മറിയം ത്രേസ്യ കന്യകതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ മറിയം ത്രേസ്യ കന്യകതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ മറിയം ത്രേസ്യ കന്യകതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ ഹൃദയം മുഴുവനും ഞാൻ കർത്താവിന് കൊടുത്തിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട അമ്മയുടെ ജീവിതത്തിൽ വചനം മാംസം ധരിച്ചു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ
ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ പൗലോസിൻ്റെ തിരുവാക്യങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. സഹോദരരെ, പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ പിതാവെ ആശീർവദിക്കണമേ. ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ മിശിഹായുടെ കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലത്രേ. ദൈവത്തിനു വേണ്ടി കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ മിശിഹാ മരിച്ചത് വൃഥാ ആണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം 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 ഇരുൾ തിങ്ങും ജീവിത വീതിയതിൽ പ്രഭയായി തെളിയും തിരുവചനം. ആത്മാവിൻ ഔഷധമാകും വചനം 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 തിരുവചനം. കാരുണ്യരൂപൻ മിശിഹാമൊഴിയും വചനം കാതോർത്തിടാം. വചനം തിരുവചനം. വചനം തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എൻ്റെ പിതാവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായ്ക്കും എപ്പോഴും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുമ്പോൾ ഈ ദിനത്തിൻ്റെ സർവ അനുഗ്രഹങ്ങളും കൃപയും നിങ്ങൾക്കേവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവരപ്രസാദത്താൽ ചൈതന്യം നിറഞ്ഞ ഒരു സമർപ്പിത, ദൈവവരപ്രസാദത്താൽ ചൈതന്യം നിറഞ്ഞ ഒരു സമർപ്പിത, തിരുക്കുടുംബ സമർപ്പിത സമൂഹത്തിൻ്റെ സ്ഥാപക, കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ മധ്യസ്ഥ, ഈ നാടിൻ്റെ പുണ്യം നിറഞ്ഞ തപസ്വിനി, ഈ അമ്മയുടെ പാദസ്പർശനത്താൽ പരിപൂജിതമായിട്ടുള്ള ഈ മണ്ണിൽ നാം ഒന്നിച്ചു ചേർന്ന് ഈ അമ്മയുടെ ധന്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ പുണ്യത്തിൽ വളരുവാൻ പരിശ്രമിക്കാം. ദൈവശക്തിക്ക് മീതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന ശരണം മാത്രമാണ് എനിക്കുള്ളത്. ഈ ബോധ്യത്തിൽ ജീവിക്കുകയും ജീവിക്കുവാൻ കൂടെയുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ഓർമ്മ തിരുനാൾ നാം ആചരിക്കുന്നു. ദൈവവരപ്രസാദം നിറഞ്ഞ ഈ അമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നിങ്ങൾക്കേവർക്കും ഞാൻ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ നേരുകയാണ്. പ്രത്യേകമായിട്ട് 101 വർഷം പിന്നിട്ട തിരുക്കുടുംബ സമർപ്പിത സമൂഹത്തിന് പ്രത്യേകമായിട്ട് മധ്യസ്ഥ തിരുനാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങൾ. സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയെയും കൗൺസിലേഴ്സിനെയും വിവിധ പ്രൊവിൻസുകളിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനെയും ഇരിങ്ങാലക്കുട പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ രഞ്ജനിയെയും എല്ലാ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനെയും ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സമർപ്പിതരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകളിലൊക്കെ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ ചൈതന്യം പ്രകടമാകുവാൻ അമ്മയുടെ മാധ്യസ്ഥ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് ലഭിച്ച ഒരു വരദാനമാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ജീവിച്ചിരുന്നപ്പോൾ പുത്തഞ്ചിറയിലും പരിസരങ്ങളിലുമായിട്ട് ധാരാളം പേര് അമ്മയുടെ പ്രാർത്ഥനയും ശുശ്രൂഷയും അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ജീവിത കാലഘട്ടത്തിനേക്കാൾ കൂടുതലായിട്ട് അമ്മയുടെ മാധ്യസ്ഥ്യവും സാന്നിധ്യവും അനേകർക്ക് ഇന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്
പ്രത്യേകമായിട്ട് പ്രസ്താവ്യമാണ്. തിരുനാൾ ദിനത്തിൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കും സമർപ്പിത ഭവനങ്ങൾക്കും അനുഗ്രഹം നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നും ഉയർക്കൊള്ളുന്ന അമ്മയുടെ ആഹ്വാനം ശ്രവിക്കുവാനും നമുക്കോരോരുത്തർക്കും സന്നദ്ധരാകാം. ദൈവത്തിൻ്റെ ഇഷ്ടം അത് പൂർണ്ണമായിട്ട് നിറവേറ്റി തിരുസന്ദേശങ്ങൾ ശ്രവിച്ച് സന്ദേശങ്ങൾക്കനുസൃതം കുടുംബങ്ങളെ അതുപോലെ തന്നെ സമൂഹങ്ങളെ ദൈവത്തിനു വേണ്ടി വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ രൂപപ്പെടുത്തി. കൂടെ കൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തൽപരയായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. അതുകൊണ്ട് തന്നെയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ മിസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കുന്നതിന് കാരണവും ദിവ്യകാരുണ്യത്തിൽ ആത്മീയതയുടെ പൊരുൾ അവൾ കണ്ടെത്തി. ജീവിതത്തിൽ നേരിട്ട സഹനങ്ങളിലും താപസ ജീവിതത്തിലും ദൈവികരുടെ കരുത്ത് അവൾ അനുഭവിച്ചു. മാതാവിൻ്റെ മടിയിലിരുന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്ന ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ സുരക്ഷിതത്വം കണ്ടെത്തി. മിസ്റ്റിക്കായിരുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ താൻ അനുഭവിച്ച ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മളത ശുശ്രൂഷയായിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു. അതാണ് കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ മധ്യസ്ഥ എന്ന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം നൽകുന്ന പ്രതിഫലം തിട്ടപ്പെടുത്താവുന്നതല്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവശരിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരിലേക്കും ഇറങ്ങിത്തിരിക്കാൻ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ പരിശ്രമിച്ചു. 50 സംവത്സരം മാത്രം ദീർഘിച്ച തൻ്റെ ജീവിതം 1876 ഏപ്രിൽ 26 മുതൽ 1926 ജൂൺ 8 വരെയുള്ള 50 സംവത്സരം മാത്രം ദീർഘിച്ച തൻ്റെ ജീവിതം കൊണ്ട് എന്നും കുടുംബങ്ങൾക്ക് ഒരനുഗ്രഹം ഉയർത്തുവാൻ ദൈവം അവളെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ആഗോള സഭയിൽ സമർപ്പിത വർഷം ആചരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്നും ഉയർത്തപ്പെട്ട ഈ സമർപ്പിതയുടെ പുണ്യധന്യമായ ജീവിതത്തെക്കുറിച്ച് അഭിമാനിക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിലും ജീവിതശൈലിയിലും ഈ സമർപ്പിതരുടെ മാതൃക നമുക്ക് അനുകരണീയമാകട്ടെ. ക്രൈസ്തവ ജീവിതശൈലിയിൽ ഇന്ന് തെറ്റായിട്ടുള്ളൊരു പ്രവണത ഏറെ കാലമായിട്ട് കാണുവാനിടയുണ്ട്. ജോലി ആരാധനയാണെന്നുള്ള ഒരു സ്യൂഡോ സ്പിരിച്വാലിറ്റി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിയും ശുശ്രൂഷകളും ആരാധനയും ഒന്നിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഒന്ന് മറ്റൊന്നിന് പകരമല്ല എന്ന് നാം ഓർക്കണം. രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കണം. രണ്ടിലൊന്ന് പലപ്പോഴും മറ്റൊന്നിനെ അടിമപ്പെടുത്തുന്നതായിട്ട് ക്രൈസ്തവ സംസ്കാരത്തിൽ ഇന്ന് രൂപപ്പെട്ടു വരികയാണ്. ഇവിടെയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജീവിതശൈലി വളരെ പ്രകടമായിട്ട് കാണുക.
വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഒരു മിസ്റ്റിക്കായിരുന്നു. അതോടൊപ്പം സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ തേർത്തെളിച്ച ധീര വനിതയുമായിരുന്നു. നിങ്ങൾ നന്നായാലേ സഭയും നന്നാകൂ വളരൂ എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയ്ക്ക്. അതുപോലെ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളെ സ്നേഹിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യവുമുണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ യഥാർത്ഥ ആധ്യാത്മികത ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സമർപ്പിത വർഷത്തിൽ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ്. കുടുംബങ്ങളിൽ കടമകൾ അനുഷ്ഠിച്ച മാതാപിതാക്കൾ, വിദ്യാലയങ്ങളിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകർ, തൊഴിലിടങ്ങളിൽ കർമ്മബദ്ധരായിട്ടുള്ള തൊഴിലാളികൾ, വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾ, ശുശ്രൂഷാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്യസ്തർ, അജപാലന രംഗത്ത് അക്ഷീണം പരിശ്രമിക്കുന്ന പുരോഹിതർ, എല്ലാവരുടെയും പ്രഥമ പരിഗണന ദൈവമാണെന്ന് ആഗ്രഹിച്ച, അതിലേറെ അധ്വാനിച്ച ഈ ധന്യാത്മാവിൻ്റെ പുണ്യസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ സ്വപ്നങ്ങൾ നമ്മുടെ കൂടെ, നമ്മുടെ സ്വപ്നങ്ങളുമായി മാറട്ടെ. അങ്ങനെ അധ്വാനവും ശുശ്രൂഷയും ദൈവാരാധനയും ഒന്നിച്ചു പോകാൻ ഇടവരട്ടെ. ആരാധനയ്ക്ക് പകരം വയ്ക്കാനുള്ളതല്ല അധ്വാനം. അധ്വാനവും ആരാധനയും ഒന്നിച്ചു പോകാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാതൃക നമുക്കും പ്രചോദനമാകട്ടെ. അങ്ങനെ ഈ സമർപ്പിത വർഷത്തിൻ്റെ ചൈതന്യം ക്രൈസ്തവ സമൂഹത്തിലുടനീളം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥത്താൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്കേവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ എത്രയും വേഗം വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ, അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും കുടുംബങ്ങളുടെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ മേലധ്യക്ഷനായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും രൂപതാധ്യക്ഷനായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജൂൺ 8 വിശുദ്ധ സ്മരണകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെയും ജോസഫ് വിധേയത്തിലച്ഛൻ്റെയും ചരമദിനത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി ഈ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം തേടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശ്വാസികളെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കണമേ എന്നും അമ്മയുടെയും പിതാവിൻ്റെയും നാമകരണ നടപടികൾ ത്വരിതപ്പെടുത്തി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ തിരുവുള്ളമാകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹം യാഗമായി മാറുന്ന ഈ ബലി ഞങ്ങൾക്കായി പരികർമ്മം ചെയ്യുന്ന ഞങ്ങളുടെ അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെയും സഹകാർമ്മികരെയും പ്രാർത്ഥനാപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് അജഗണത്തെ ആത്മീയതയിലേക്ക് നയിക്കുവാൻ വേണ്ട അനുഗ്രഹം പിതാവിന് നൽകണമേ എന്നും
രൂപതയുടെ എല്ലാ സതുദ്യമങ്ങളും സഫലമാക്കണമേ എന്നും പ്രത്യേക നിയോഗങ്ങളിലും പ്രാർത്ഥനകളിലും കൃപയൊഴുക്കി ശക്തിപ്പെടുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹസമ്പന്നനായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയായാലും ദൈവദാസൻ ജോസഫ് വിധേയത്തിലച്ഛനാലും സ്ഥാപിതമായ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തെ വാഴ്ത്തപ്പെട്ട അമ്മയുടെ ചൈതന്യത്തിൽ ഈ പുത്തൻ നൂറ്റാണ്ടിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട അമ്മയെയും കൗൺസിലിനെയും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസമ്പന്നനായ ഈശോയെ, ഇന്നത്തെ തിരുനാൾ കുർബാന ഏറ്റെടുത്ത് നടത്തുന്ന ബെന്നി പയ്യപ്പള്ളിയെയും കുടുംബത്തെയും സമർപ്പിച്ച് ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെ സാധ്യതമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഇന്നത്തെ തിരുനാൾ ഏറ്റവും മനോഹരമാക്കുവാൻ കഠിനാധ്വാനം ചെയ്ത ഇടവക വികാരി സ്നേഹബഹുമാനപ്പെട്ട ബെന്നി ചെറുവത്ത് അച്ഛനെയും ജനറൽ കൺവീനറിനെയും മറ്റ് കൺവീനർമാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഇടവകയിലെ ദൈവജനത്തെയും സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ കടാക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ തിരുനാൾ ദിനത്തിൽ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ കടന്നു വന്നിരിക്കുന്ന വന്യവൈദികരെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും മങ്കിടിയാൻ കുടുംബാംഗങ്ങളെയും എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ തിരുബലിയിൽ കാണിക്കയായി സമർപ്പിച്ച് കുടുംബങ്ങൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിളനിലമാകാൻ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നവരെയും പീഡനമേൽക്കുന്നവരെയും എല്ലാ മതവിരോധികളെയും ഈ ബലിയിൽ ഓർക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വിശ്വാസധീരതയും മതവിരോധികൾക്ക് മാനസാന്തരവും നൽകണമേ എന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തെയും രാഷ്ട്രീയ അധികാരികളെയും അങ്ങേക്ക് നൽകിക്കൊണ്ട് സത്യത്തിലും നീതിയിലും രാജ്യത്തെ ഭരിക്കാൻ വേണ്ട വിവേകം നൽകണമേ എന്നും ഐക്യവും സാഹോദര്യവും ഞങ്ങളുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കാൻ ഇടവരുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ പ്രതി സമർപ്പിച്ച ജീവിതം തിരഞ്ഞെടുക്കുന്നതിനും കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെ സഭാ ശുശ്രൂഷ നിർവഹിക്കുന്നതിനും ജീവിതക്ലേശങ്ങൾ സന്തോഷത്തോടെ സഹിക്കുന്നതിനും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയായി അങ്ങ് ശക്തിയാക്കിയല്ലോ. ആഴമേറിയ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും അധിഷ്ഠിതമായ അവളുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. ഈ ധന്യാത്മാവിൻ്റെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് തീവ്രമായ പ്രാർത്ഥനയുടെയും നിസ്വാർത്ഥമായ ശുശ്രൂഷയുടെയും ചൈതന്യം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും സകലത്തിൻ്റെയും നാഥനാദിൻ്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. പോലെ
പോലെ ജീവിതം കാണിക്കയായി ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം, ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം ഘോഷിച്ചിടാനിൻ അധരം തുറന്നേടണേ. ഈ നാദമെന്നും നിൻ ഗാനമല്ലേ. ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. താതനും അതുപോലാത്മജനം ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിലാ പാവനമീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മർത്തോമായെയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവും
സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള നിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സ്ഥലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതിളങ്ങിക്ക് നന്ദി പറയുന്നു. വിശുദ്ധൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിട്ട് ഞങ്ങളങ്ങ് കന്യാതരകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ
സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹാമരുടെ പതിനായിരങ്ങളും മഹോന്നതയും അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഹ്രവ്യന്മാരും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഒന്നായി ഉച്ചസ്വരത്തിൽ സ്തുതിയായി പാടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താദികർത്തൻ ദേവാദിദേവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പാപവും ലോകവും മരണവും ജയിച്ചവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താദികർത്തൻ ദേവാദിദേവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പാപവും ലോകവും മരണവും ജയിച്ചവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആത്മാവും ജീവനും നൽകുന്നൊരിടയൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആത്മീയ പൂജ്യമായി നമ്മെ നയിച്ചിടും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവചരാചര സൃഷ്ടാവാം കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഓശാന 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 ഓശാന
ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീകരണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും ഇടസത്തിൻ്റെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനാ സ്ത്രീ എന്ന ജാതനായി നിയമത്തിന് അധീനരാരുദ്ധരിക്കുവാൻ നിയമത്തിവിധേയനാകുകയും എൻ്റെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളിവരും ബലഹീനരുമാകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ ദൈവീക ജീവനെ പങ്കുകാരാക്കുവാൻ നീ എൻ്റെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോഞ്ഞെ സമുദ്ധരിക്കുകയും മൃതരാഞ്ഞെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകി എൻ്റെ ശത്രുക്കളെ പരാജിതരാക്കി. എൻ്റെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നല്ല സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പായ്ക്കും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ പൂളി മെത്രാനും ജെയിംസ് മെത്രാനും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, സന്യാസികൾ, മിഷണറിമാർ, സെമിനാരിക്കാർ, മതാധ്യാപകർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ.
എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യം പ്രത്യാശപരം കാത്തു നിൽക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും വാഴ്ത്തപ്പെട്ട മറിയന്ത്രസ്യായുടെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനത്തിൽ അമ്മ സ്ഥാപിച്ച തിരുക്കുടുംബ സമർപ്പിത സമൂഹത്തിന് വേണ്ടിയും സ്പിരജനസ്തുതയ്ക്കും കോൺഗ്രിഗേഷനിലെ എല്ലാ സിസ്റ്റേഴ്സിനും അർത്ഥിനികൾക്കും വേണ്ടിയും ഇടവയ്ക്കും ഇടവകാരിച്ചും ബഹുമാനപ്പെട്ട ബെന്യച്ചനും ഇടവകയിലെ ഓരോ കുടുംബത്തിനും വേണ്ടിയും വാഴ്ത്തപ്പെട്ട മറിയന്ത്രസ്യായി വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടത്തപ്പെടുന്നതിന് വേണ്ടിയും എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പക്ഷത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവതാവായി കന്യാമറിയത്തിൻ്റെയും തിരുസന്നിധി സംരേത കണ്ടെത്തിയ നിരുമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായി കൃപയാ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവാര്യമെന്നും എൻ്റെ പ്രവർത്തനായി ഈശ്വംശികായ അങ്ങ് അയച്ചുവെന്നും ഉപവാസത്തെ എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവും ദൈവമായ മിശിക വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹികന്മാർ, രക്തസാക്ഷിയ വന്ദകന്മാർ, വിരപരങ്കരമാ മെത്രാമ്മ, പുരോഹിതന്മാർ, ശുശ്രൂഷി എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവൻ ജീവതായ മടയടത്താമുദ്രരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നന്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. എൻ്റെ നാഥൻ രക്ഷകനുമായി ഈശ്വംശികായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈവത്യനവും പരിശുദ്ധവും ജീവനായക ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചടയർപ്പ് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തെ നാമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനീയവും വിസ്മയാകുമ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ പക്ഷത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ജീവവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. മനസ്സുങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നാഥ, ശ്രേഷ്ഠപുരഗ്രഹൻ വാഗ്ദാനപീഠത്തിന് താൽക്കാലിക അർപ്പിച്ച ധൂപം പോലെ എൻ്റെ പ്രാർത്ഥന ധൂപം അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയ
എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്ത എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മകനെയും വിശുദ്ധവുമായ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും ഈ ആരാധനാ സമൂഹത്തെയും ഈ ബലിപീഠത്തെയും ബലിവസ്തുക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജീവൻ ജീവദായവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല, കൃത്യതാപാവമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കരുണാമയനായ ഈശോ, വരവായി എന്നിൽ നിറവായി ഹൃദയം പുളകിതമായി മാറും. ഓ എൻ ഈശോ വരുമ്പോൾ, ഓ എൻ ഈശോ വരുമ്പോൾ. സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ആരാധന. കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവാദിപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് നിലവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ.
ആത്മാവിൻ പരിരക്ഷണമതിനി നിണവും തിരുമേയും ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. ഉന്നതതയുമായ അങ്ങേ സ്വർഗരാജ്യത്തെ സർവീശ്വരുടെ ഒന്നിച്ച് സ്തുതിക്കുവാൻ എൻ്റെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നിൽക്കുന്ന നിയമനവിശ്വാസത്തോടു കൂടെ നിന്റെ സന്നിധിയെ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനയുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിനെ അവൻ്റെ സൈന്യങ്ങളെ ഞാൻ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യാധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കാരുണ്യം നിറയുന്നോരർത്ഥം ഉള്ളിലുൾക്കൊള്ളാനാശയോടെ നിൽക്കുമ്പോൾ പറയാനാവാത്ത സന്തോഷം ഇതെനിക്കായി മുറിഞ്ഞ ശരീരം, ഇതെനിക്കായി ചിന്തിയ രക്തം, അതോർത്തു ഞാൻ നിന്നെയും കൊള്ളട്ടെ, അതോർത്തു ഞാൻ നിന്നെയും കൊള്ളട്ടെ.
ഇതെനിക്കായി മുറിഞ്ഞ ശരീരം, ഇതെനിക്കായി ചിന്തിയ രക്തം, അതോർത്തു ഞാൻ നിന്നെ ഉൾക്കൊള്ളട്ടെ, അതോർത്തു ഞാൻ നിന്നെ ഉൾക്കൊള്ളട്ടെ. സ്വർഗീയ പൂന്തോപ്പിൽ സ്നേഹത്തിൻ പൂച്ചൂടി, ആശ്വാസദീപം തിരിച്ച് അമ്മ ആടുന്നു. വാഴ്ത്തപ്പെട്ടവനാ സർവനന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങേ നേരെയുള്ള സ്നേഹത്താൽ സത്യത്തിലേക്കും സുവിശേഷോപദേശങ്ങളെ സ്വന്തം ജീവിത നിയമമായി സ്വീകരിച്ച് അതിഥികൾക്കും ആർത്തർക്കും അത്താണിയാകുകയും കുടുംബങ്ങളെ ക്രൈസ്തവചൈതന്യത്താൽ നിറയ്ക്കുവാൻ ജീവിതം സമർപ്പിക്കുകയും ചെയ്ത അങ്ങേ വിശ്വസ്തദാസിയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ വിശുദ്ധയായി തിരുസഭയിൽ വണങ്ങപ്പെടുവാൻ കൃപ ചെയ്യണമേ. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നും നറുമുല്ലപ്പൂക്കൾ പൊഴിച്ചിടുമമ്മേ മറിയം ത്രേസ്യേ. സ്വർഗ്ഗത്തിൽ നിന്നും നറുമുല്ലപ്പൂക്കൾ പൊഴിച്ചിടുമമ്മേ മറിയം ത്രേസ്യേ. നിൻ തിരുപാതേ വന്നിതാ നിൽപ്പൂ അമ്മേ അമ്മേ മറിയം ത്രേസ്യേ, അമ്മേ അമ്മേ മറിയം ത്രേസ്യേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമ്മേ അമ്മേ മറിയം ത്രേസ്യേ, അമ്മേ അമ്മേ മറിയം ത്രേസ്യേ, പ്രാർത്ഥിക്കണമേ
2015 മെയ് 20 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രഖ്യാപിച്ച 5 സംസ്ഥാന അവാർഡുകൾ ഒരേ സമയം കരസ്ഥമാക്കിയ ഏക ടെലിസീരിയൽ ടാലോം TV സംപ്രേഷണം ചെയ്ത വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥ. അവാർഡിന് അർഹരായവരെ ഈ വേദിയിൽ വെച്ച് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ തിരുനാൾ ദിനത്തിൽ തന്നെ ആദരിക്കുവാൻ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന് ഏറെ സന്തോഷമുണ്ട്. തിരക്കഥ, സംവിധാനം, അഭിനയം, നിർമ്മാണം, ഡബ്ബിംഗ് എന്നിവയിൽ സംസ്ഥാന സർക്കാരിൻ്റെ 5ഓളം അവാർഡുകൾക്ക് പുറമെ ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളും കരസ്ഥമാക്കിയ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ കുടുംബങ്ങളുടെ മധ്യസ്ഥ ടെലിസീരിയൽ. കുടുംബങ്ങൾ കത്താണിയായിന്നും സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥമേകുമമ്മ. തകരുന്ന കുടുംബങ്ങൾ കത്താണിയായിന്നും സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥമേകുമമ്മ. കണ്ണുനീർ താഴ്വരയിൽ അലയുന്ന മക്കൾക്കായി ആശ്രയമേകും മറിയം ത്രേസ്യയമ്മ. കണ്ണുനീർ താഴ്വരയിൽ അലയുന്ന മക്കൾക്കായി ആശ്രയമേകുന്നോരമ്മ മറിയം ത്രേസ്യയമ്മ. അമ്മേ അമ്മേ മറിയം ത്രേസ്യ, അമ്മേ അമ്മേ മറിയം ത്രേസ്യ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അമ്മേ അമ്മേ മറിയം ത്രേസ്യ, അമ്മേ അമ്മേ മറിയം ത്രേസ്യ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തകരുന്ന കുടുംബങ്ങൾ അത്താണിയായിന്നും സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥമേകുമമ്മ. തകരുന്ന കുടുംബങ്ങൾ അത്താണിയായിന്നും സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥമേകുമമ്മ. കണ്ണുനീർ താഴ്വരയിൽ അലയുന്ന മക്കൾക്കായി മാധ്യസ്ഥമേകുന്നോരമ്മ മറിയം ത്രേസ്യയമ്മ. കണ്ണുനീർ താഴ്വരയിൽ വലയുന്ന മക്കൾക്കായി ആശ്രയ